എല്ലാ മാനേരെ പേടിയാണ്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. രണ്ടാം തവണ. അപ്പം എനിക്ക് ഒരു സമാധാനപരമായിട്ട് ജോലി ചെയ്യണം. ഇന്നിപ്പം ടീച്ചറിന് പിന്നെ അകത്ത് പോലീസ് കൂടെ വന്നിട്ടാണ് ടീച്ചറിന്റെ കൂടെ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും. നമസ്കാരം പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗേറ്റിന് ഫ്രണ്ടിലാണ്. ചുരിദാർ ഇട്ടുകൊണ്ട് വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു പ്രഥമ അധ്യാപികയ്ക്ക് മുന്നിൽ അടഞ്ഞ ഗേറ്റാണ് ഈ കാണുന്നത്. ഈ അധ്യാപികയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എന്തായിരുന്നു ടീച്ചറെ ഇന്നത്തെ സംഭവം ശരിക്കും? ഞാൻ രാവിലെ സ്കൂളിലേക്ക് വന്നപ്പോൾ 9 മണിക്ക് സ്കൂളിനകത്ത് കയറണമെന്നാണ് മാനേജർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ ഇവിടെ ഗേറ്റിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ സെക്യൂരിറ്റി തടഞ്ഞു നിർത്തി. സ്കൂളിൽ പ്രവേശിക്കണ്ടെന്ന് പറഞ്ഞ് ചുരിദാർ ഇട്ടതുകൊണ്ട് ഞാൻ അകത്ത് കയറരുതെന്ന് പറഞ്ഞു. അങ്ങനെ സാരി തന്നെ ഉടുക്കണം എന്ന് എന്താണ് ഇങ്ങനെ മാനേജ്മെൻറ്റ് നിർബന്ധം കാണിക്കുന്നത്? ഇന്നലെ മാനേജർ ഓഫീസിൽ വന്നായിരുന്നു. ഇന്നലെ ഞാൻ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ മാനേജർ ഓഫീസിൽ വന്നിട്ട് അറ്റൻഡൻസ് ബുക്ക് കാണണമെന്ന് പറഞ്ഞു. അത് മാനേജർ പരിശോധിച്ച് അത് തിരിച്ച് വന്നിട്ട് പോകാനായിട്ട് എഴുന്നേറ്റപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് സ്കൂളിൽ വരുമ്പോൾ ചുരിദാർ ധരിക്കരുത്, സാരി തന്നെ ധരിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും മാനേജർ ഇവിടെ എല്ലാം നോക്കിയിട്ട് വീണ്ടും മാനേജർ ഓഫീസിൽ സെക്യൂരിറ്റി ആയിട്ട് വന്നിട്ട് സെക്യൂരിറ്റിക്ക് എടുത്ത് നാളെ ഇവർ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ സ്കൂളിൽ പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ SLCയുടെ IT പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ രാവിലെ ഇന്ന് ബുധനാഴ്ച അവിടെ കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്ന ദിവസമാണ്. അപ്പം കൊട്ടാരക്കര കടയിൽ അത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വരുന്ന ഓട്ടോയിൽ അതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടതോട് തുറന്നു കിടന്ന ഗേറ്റ് പെട്ടെന്ന് അങ്ങ് അടച്ച് എന്നിട്ട് അവിടെ നിന്ന് അയാൾ പറയുകയാണ്, ഇന്നലെ മാനേജർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഇതിനകത്ത് ഞാൻ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. സെക്യൂരിറ്റിയോട് ശരിക്കും ഒരു പ്രഥമ അധ്യാപിക എന്നുള്ള നിലയിൽ ശരിക്കും കാല് പിടിച്ചതിന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സ്കൂൾ കുട്ടികൾക്കുള്ള ഫുഡ് ഉണ്ട്, അതകത്ത് കൊടുക്കണം, എന്നെ കടത്തിവിടൂ. എന്നിട്ടും ധാർഷ്ട്യത്തോട് കൂടിയിട്ടായിരുന്നു സെക്യൂരിറ്റി ടീച്ചറോട് പെരുമാറിയത്. എന്താണ്? മാനേജറുടെ നിർദ്ദേശം പാലിക്കുക. അങ്ങനെയാണ്. അതുകൊണ്ടാണ് സെക്യൂരിറ്റി എന്നോട് കാണിച്ചത്. അല്ലെങ്കിൽ സെക്യൂരിറ്റി അങ്ങനെ ചെയ്യത്തില്ലല്ലോ. ഇതുപോലെ തന്നെ സെക്യൂരിറ്റി തടഞ്ഞിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ്റെ ക്ലാസ്സിന് ഈ ഡേറ്റ എൻട്രി നടത്തുന്ന, അപ്പം അതിനിവിടെ നെടുവത്തൂർ പഞ്ചായത്തിൽ പോയിട്ട് അതിൻ്റെ ക്ലാസ്സിന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇതുപോലെ സെക്യൂരിറ്റി എന്നെ തടഞ്ഞ്. അതായത് സ്കൂളിന് പുറത്ത് പോകുമ്പോൾ ഞാൻ മാനേജറെ അറിയിപ്പിക്കണമെന്നാണ്. അപ്പം ഞാനിവിടെ മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ എഴുതിയിട്ടാണ് സ്കൂളിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോകുന്നത്. അപ്പം അത് അദ്ദേഹത്തെ അറിയിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് പിന്നെ മാനേജർ പറഞ്ഞതിന് പ്രകാരം ഇയാൾ എന്നെ ഇവിടെ തടഞ്ഞു നിർത്തി. രണ്ടാം തവണ. അപ്പോഴേ ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് പോലീസ് വന്നിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. അന്ന് മാനേജറായിട്ട് പിന്നെ പ്രശ്നമെന്ന് പറയുന്നത് ഒരു അവധി എടുക്കാൻ പറ്റത്തില്ല. അവധി എടുക്കുവാണെങ്കിൽ പിന്നെ ചാർജ് എടുക്കാൻ സീനിയർ ടീച്ചേഴ്സ് ചാർജ് എടുക്കരുതെന്ന് കർശന നിർദ്ദേശമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ഒരു സ്കൂളിൻ്റേതായ കാര്യങ്ങൾക്കൊന്നിനും എന്നെ സഹായിക്കരുതെന്ന്, അങ്ങനെ എന്തെങ്കിലും സഹായിക്കുന്ന ടീച്ചേഴ്സിനെ മാനേജർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക വൈരാഗ്യം വെച്ച് പുലർത്തുന്ന സമീപനമായിരുന്നു എന്നോട്. അങ്ങനെ തന്നെ. കഴിഞ്ഞ വർഷം അറബി കുട്ടികളുടെ TC കൊടുക്കേണ്ട വന്നായിരുന്നു. TC വേണമെന്ന് പറഞ്ഞ് അങ്ങനെ TC കുട്ടികൾ കൊടുത്ത്, എന്നിട്ട് ഞാനത് ഡിവിഷനെ ബാധിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് ഞാനത് റിപ്പോർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ആ ഒരു പോസ്റ്റിന് വിഷയം വന്ന്, അപ്പം അതാണ് ഇപ്പോഴുള്ള വിഷയം. അങ്ങനെ ആ പോസ്റ്റ് പോയി. വൈരാഗ്യമായിരിക്കാം. എല്ലാ മാനേരെ പേടിയാണ്. മാനേര് വഴക്ക് പറയുമെന്ന് വെച്ച് അധ്യാപകർക്കൊക്കെ പേടിയാണ്. പക്ഷേ ഗവൺമെന്റിന്റെ സർക്കുലറിൽ ഉള്ളതുകൊണ്ട് എനിക്ക് അതുപോലെ എനിക്കിപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചുരിദാറായ ഞാൻ ഇടുന്നത്.
ഇനിയിപ്പം ഇപ്പോൾ 2 ടൈമായിട്ട് ടീച്ചറെ സെക്യൂരിറ്റി തടയുകയും ഇപ്പോൾ ഒരു വലിയ വിഷയങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇനി പുതിയ ടീച്ചർ നിയമ നടപടികളുമായിട്ട് പോവുക. പരാതി എനിക്ക് ഒരു സമാധാനപരമായിട്ട് ജോലി ചെയ്യണം. അതിനുള്ള സാഹചര്യം എനിക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയും അധികാരികളും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും എനിക്ക് സുരക്ഷിതത്വം തരണം. അതാണ് എൻ്റെ ആവശ്യം. ഒരു സ്ത്രീ എന്ന നിലയിലും, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞ് അതിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. DDക്ക് ഞാൻ അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് ഞാൻ പരാതി കൊല്ലത്ത് DD ഓഫീസിൽ പരാതി. സ്ത്രീത്വത്തിനെതിരെയുള്ള ഒരു വലിയ കടന്നുകയറ്റമാണ് ഇന്ന് നമ്മുടെ സിന്ധു ടീച്ചർക്കുണ്ടായിട്ടുള്ളത്. പ്രഥമ അധ്യാപിക കൂടിയാണ്, ഒരു നഗരസഭാ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ ഈ വിവരം അറിഞ്ഞിരുന്നു. എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ രാവിലെ ഞാനിതുപോലെ ഒരു ചേംബർ ഓഫ് ചെയർപേഴ്സൻ്റെ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അവിടെ പോയിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഇതുപോലെ ചാനലിലും ഒക്കെ നമ്മളിത് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏത് വേഷം ധരിച്ചും ഏത് ഭാഷയിൽ സംസാരിച്ചും ഏത് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇതുപോലൊരു അതിക്രമം എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയല്ലേ. അതുമാത്രമല്ല 2000 മുതൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അതുപോലെ 2015 മുതൽ അവിടുത്തെ പ്രധാന അധ്യാപികയും കൂടെയാണ്. അപ്പോൾ അത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലും അത് നേരത്തെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഓർഡറുണ്ട്, നല്ല രീതിയിലുള്ള ഏത് വസ്ത്രം ധരിച്ചും പോകാം, നേരത്തെ ചുരിദാറൊക്കെ ധരിക്കാം എന്നുള്ളത് ഓർഡർ ഉള്ളതുമാണ്. അപ്പോൾ ആ ഓർഡർ ഉള്ളത് ഇപ്പോൾ അവിടുത്തെ ഒരു മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ ആ മാനേജ്മെൻറ്റ് പറയുന്ന രീതിയിൽ അവിടെ നമുക്ക് ഇതൊരു അതുപോലെ മാത്രമല്ല ടീച്ചറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ ടീച്ചർ പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ സ്കൂളിൽ നിന്ന് അനുഭവിക്കും ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് ഇത്രയും നാളായിട്ട് ഒരു നടപടികളും കാര്യങ്ങളും എടുക്കാത്തത് എന്താണെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല ഇത് കേട്ടപ്പം തന്നെ. കാരണം നമ്മൾ സ്ത്രീകളാണ്, എല്ലാ കാര്യത്തിനും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്നതാണ് നമ്മുടെ ഗവൺമെൻറ്. അപ്പോൾ അത്രയും രീതിയിലുള്ള നമ്മുടെ ഈ സ്ഥലത്ത് പോലും നമുക്ക് ഇങ്ങനെയുള്ള അനീതിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, എന്ത് പ്രശ്നങ്ങളിലായാലും ടീച്ചർ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നു. വിദ്യാഭ്യാസം പകർന്നു നൽകുന്നതിന് ചുരിദാറും സാരിയൊക്കെ ഒരു വിഷയമാണോ? ഒരു വിഷയമല്ല. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നമുക്കിഷ്ടമുള്ള വസ്ത്രം. അത് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾ, ഇത്രയധികം കുട്ടികൾ അവിടെ പഠിക്കുന്ന ആ സ്കൂളിൽ ആ മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മൾ രക്ഷകർത്താക്കൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ആ സ്കൂളിലേക്ക് എങ്ങനെ ഈ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിടും. ടീച്ചർ എണ്ണിച്ച് ആ സ്കൂളിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി, അവിടുത്തേന് വേണ്ടിയിട്ട് ഫുഡും മുട്ടയും ആട്ടൊക്കെ ഓട്ടോറിക്ഷയിൽ പോയിട്ട് ആ ടീച്ചർക്കെതിരെയാണ് ഗേറ്റ് അടച്ചിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ വെളിയിൽ വന്നിട്ട് അതെല്ലാം വാങ്ങി ഓട്ടോയിൽ അവിടെ ചെല്ലുമ്പോൾ ടീച്ചർ ആ സ്കൂളിലോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് കൊട്ടാരക്കര നഗരസഭ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ടീച്ചറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കുവാൻ അത് ചുരിദാർ വേണോ സാരി വേണോ എന്നുള്ളത് പൊതുസമൂഹം പറയട്ടെ. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.